ശ്രീറാം ഫൈനാൻസ് കോഴിക്കോട് വടകര ശാഖയിൽ നിന്നും വായ്പയെടുത്തവരുടെയും ജാമ്യക്കാരുടെയും പേരിൽ തട്ടിപ്പ് നടന്നത് സംബന്ധിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സ്ഥാപനത്തിലേക്ക് സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത പ്രതിഷേധം അവസാന നിമിഷം നിർത്തലാക്കി യൂത്ത് കോൺഗ്രസ്. പ്രതിഷേധ വിവരം അറിഞ്ഞ് പോലീസും സംഘവും മാധ്യമങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. സമയം വൈകിട്ട് 4 മണി. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും മാർച്ച് ആരംഭിക്കുമെന്നും ശ്രീറാം ഫൈനാൻസ് ഓഫീസിൽ കയറി പ്രതിഷേധിക്കുമെന്ന നിലപാടിൽ യൂത്ത് കോൺഗ്രസ്. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് ഓഫീസിന് പുറത്ത് പോലീസിന്റെ നീണ്ട നിര. മുൻകൂട്ടി വിവരം അറിയിച്ചതിനാൽ മാധ്യമപ്രവർത്തകരും സ്ഥലത്തുണ്ട്. പെട്ടെന്നതാ വരുന്നു ദൃശ്യം സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്. നേതൃത്വം ഇടപെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. ആകെ മൊത്തം ആശയക്കുഴപ്പം. എങ്ങനെയെങ്കിലും മുഖം രക്ഷിച്ചാൽ മതിയെന്ന നിലപാടിൽ യൂത്ത് കോൺഗ്രസ്. ശേഷം 3 പ്രവർത്തകർ എത്തി പോലീസ് അനുമതിയോടെ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക്. മൂന്ന് മിനിറ്റ് കൊണ്ട് അകത്തേക്ക്, 3 മിനിറ്റ് കൊണ്ട് പുറത്തേക്ക്. അങ്ങനെ 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം. നല്ലൊരു സമരം കാണാമെന്ന പ്രതീക്ഷയിൽ വന്ന പോലീസ് നിരാശയിൽ. ഏറെ നേരം കാത്തുനിന്ന് വലഞ്ഞ ശേഷം ഒടുവിൽ പോലീസ് മടങ്ങി. കൈരളി ന്യൂസ്, കോഴിക്കോട്.